ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ LDF അധര വ്യായാമം നടത്തുകയാണെന്ന് മുസ്ലിം ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. UDF LDF രാഷ്ട്രീയവുമായി ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് കൂടി കലർത്തരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കണ്ട. അതിൽ കാര്യമില്ല. LDF വളരെ കാലം കൊണ്ടുനടന്ന പ്രസ്ഥാനം UDFനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDFന് കഴിയും. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിൻ്റെ മറുപടി അവർ ആദ്യം പറയണ്ടേ. അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഈ അധര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പത്രക്കാരെങ്കിലും ഇതിൽ നിന്ന് മാറിയിരിക്കണം എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമസ്തയുടെ പ്രമേയത്തിൽ ലീഗ് അഭിപ്രായം പറയണമെന്നും VD സതീശന്റെ നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ടോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. BJPക്ക് അതിൻ്റെ അധ്യക്ഷന് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞ ആളാണ് VD സതീശൻ. അത് BJPക്ക് അനുകൂലമായിട്ട്. ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, VD സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? എന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്? മുസ്ലിം ലീഗ് വ്യക്തമാക്കണമല്ലോ. കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ നേതാവ് എന്ന് ചോദ്യം ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് അഴകുഴമ്പ് നിലപാട് കൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പത്രങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും ഇപ്പോൾ ജമാഅത്തെ വിഷയത്തിൽ ഊന്നാനാണോ പാർട്ടി സെക്രട്ടറി ശ്രമിച്ചിട്ടുള്ളത്? കോൺഗ്രസിനോടുള്ള ചോദ്യങ്ങൾ, ലീഗിനോടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമസ്തയുടെ സമ്മേളനത്തിലെ പ്രമേയം ഇതൊക്കെ തന്നെയും LDF ആയുധമാക്കുകയാണോ? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിലാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ സമയത്ത് അദ്ദേഹം ജമാഅത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPM അധര വ്യായാമം നടത്തുകയാണ് എന്നതിൽ കവിഞ്ഞ് ഒരു കൃത്യമായ ഒരു നിലപാട്, എന്താണ് ഈ വിഷയത്തിൽ ലീഗിനുള്ള നിലപാട് എന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്തു നിർത്തുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതാണ്. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ അപ്പോഴും ലീഗ് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പറഞ്ഞൊരു കാര്യം, തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധമല്ല, പക്ഷേ ഒരു പിന്തുണ തങ്ങൾ സ്വീകരിച്ചിരുന്നു, അത് തങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല. നേരെ മറിച്ച് CPM കഴിഞ്ഞ കുറേ നാളുകളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം നേരത്തെ പല മാധ്യമങ്ങൾക്ക് മുൻപിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. അതേസമയം ഇതിനെ ആയുധമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ നടത്തിയ കാര്യം. മതരാഷ്ട്രവാദം വേണം, അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ UDF ശ്രമിക്കുന്നു എന്നുള്ള കാര്യം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ നാളുകളിലായി CPMന്റെ LDFന്റെ ജാഥ കടന്നു പോവുകയാണ്. ഈ ജാഥയിലുടനീളം CPM മുന്നോട്ട് വെക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. അതിനിടയിൽ കൂടിയാണ് ഈ സമസ്തയുടെ ഒരു പ്രമേയം കൂടി വരുന്നത്. അതിൽ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, മതരാഷ്ട്രവാദത്തെ എതിർക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് സമസ്ത എത്തുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും എന്നിട്ടും ഇതിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എത്തുന്നില്ല എന്നുള്ള ചോദ്യം CPM ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് പൂർണ്ണമായ രീതിയിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ സമസ്തയെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിലേക്ക് ലീഗ് എത്താത്തതും അതിൽ കൃത്യമായ ഒരു മറുപടി പറയാത്തതും. MV ഗോവിന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഴകുഴമ്പൻ നിലപാടിൽ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.